അനുമതി ഇല്ലാതെ പണിമുടക്കിയാൽ അതിന് അറസ്റ്റ് ചെയ്യാം, തടവ് ശിക്ഷ ലഭിക്കും, പിഴയും ഒടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ നിയമം. സമരം ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഒരു പുതിയ നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിനാശകരമായ വകുപ്പ് എന്ന് പറയുന്നത്, നേരത്തെ ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് 100-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പണിശാലയില്, ഒരു സ്ഥാപനത്തില്, ഒരു ഫാക്ടറിയില് കൂട്ട പിരിച്ചുവിടൽ നടക്കുമായിരുന്നില്ല. തൊഴിൽ വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ തൊഴിൽ സ്ഥാപനം പൂട്ടാൻ അനുവദിക്കുമായിരുന്നില്ല. അതൊക്കെ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ഈ 100 തൊഴിലാളികൾ എന്ന വ്യവസ്ഥ 300 തൊഴിലാളികൾ എന്നാക്കിയിരിക്കുക. അതായത് 300 തൊഴിലാളികൾ വരെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ വക കാര്യങ്ങൾ, കൂട്ടപ്പിരിച്ചുവിടല്, തൊഴിൽ നിഷേധം അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടൽ, അതൊക്കെ സർക്കാരിന്റെ അനുമതി കൂടാതെ നടപ്പാക്കാൻ പറ്റും.